രാവിലെ തന്നെ ബർത്ത്ഡേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. പിന്നെ ദാ ഈ ഒരു സാരിയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി സാരിയാണ്, സംഭവം കിട്ടുവാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടൊരു സാരിയൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്ത് പോവാം. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതല്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് തയ്ക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് അങ്ങ് ഇട്ടതാണ്. പക്ഷേ അത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ദാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതാ മുനീറവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോയി വന്നതിന് ശേഷം ദാ പിന്നെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൻ ജനിച്ച ആ ഒരു സമയത്തിന് ഒരു ചെറിയൊരു കേക്ക് മേടിച്ച് അങ്ങനെ കട്ട് ചെയ്തു. ഫംഗ്ഷനൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് ഇനി അടുത്തൊരു കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഋതു ആണെങ്കിൽ ഇവിടെ പാട്ട് വെച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ചാടി തുള്ളി നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവളൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവളൊന്ന് ഒരുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇതാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കും ശാലുവിനും അങ്ങ് അഞ്ചലോട്ട് പോകണമായിരുന്നു. അങ്ങനെ പിന്നെ അവരെയും കൊണ്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അവരിതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.